Hello friends, welcome to Amazing Secrets of Beauty. ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് പൊടിയരി കഞ്ഞി, അതായത് നോമ്പ് കഞ്ഞി. ഇപ്പം നോമ്പാണല്ലോ, അപ്പം നോമ്പ് സമയത്ത് കഴിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള നോമ്പ് കഞ്ഞിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് കഴിച്ചാൽ നിങ്ങൾക്ക്, നമ്മളിപ്പം എന്തായാലും ഒന്നും കഴിക്കാതിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ക്ഷീണം ഉണ്ടാകും. അപ്പം ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണമൊന്നും കാണത്തില്ല. അപ്പം ഈ നോമ്പ് കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് പൊടിയരിയാണ്. ഞാനിവിടെ 2 കപ്പ് പൊടിയരി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് തേങ്ങ വേണം. പിന്നെ ചെറിയ ഉള്ളി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകം, ചെറിയ ജീരകം, പിന്നെ ഇത് ചുക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 ചുക്കുണ്ട്. പിന്നെ അവസാനം ഒരു ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയിലയുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അരിക്ക് വേണ്ടി ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ അരി കഴുകി വെച്ചിട്ടുണ്ട്. കണ്ടേ, നന്നായി കഴുകണമെന്നാണ്, ഒരുപാട് ഇങ്ങനെ കളറ് പോകുന്നത്. അപ്പോൾ അത്രയും നന്നായിട്ട് നമ്മൾ ഈ അരി കഴുകണം. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ 1 സ്പൂൺ ഉപ്പിടുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു 2 സ്പൂൺ ഇടാം. 2 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ചുക്കുണ്ടല്ലോ, ചുക്ക് ഞാൻ നല്ല ഇടിച്ച് വെച്ചിട്ടുണ്ട്, കണ്ട. അപ്പം അതും കൂടെ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്രയും ഇട്ട് ഒന്നും കൂടെ ഇളക്കി നമ്മളത് മൂടി വയ്ക്കുക. നന്നായി ഒന്ന് തിളച്ച് വരണം. ഇതുവരെ നമുക്ക് നോക്കാം. തിളയ്ക്കുന്നുണ്ട്, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നു. ഒരു നുള്ളു പെരുംജീരകം, ഒരു നുള്ളു ചെറിയ ജീരകം. ഇത്രയും നമ്മളിട്ട് നന്നായി ഇളക്കി കൊടുക്കും. വീണ്ടും നമുക്കത് മൂടി വയ്ക്കാം. ഈ സമയം നമുക്ക് എന്ത് ചെയ്യാം, ഞാനിപ്പോൾ തേങ്ങ അരയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കണം. നന്നായിട്ട് അരച്ചെടുക്കണം. അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കണം. കണ്ടോ, അത് ഞാൻ നേരത്തെ കാണിച്ചില്ല. അപ്പോൾ ഞാനിതിവിടെ ഒരു സ്പൂൺ ഉലുവ അത് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. അത് നന്നായിട്ട് അതിൽ കിടന്ന് വേകണം. ഇങ്ങനെ വേകാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആദ്യമേ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം അതിൽ കിടന്ന് വെന്ത് മിക്സായി നല്ല അടിപൊളി കഞ്ഞിയാകും. നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പം ഏത് പരുവാണ്, നല്ല തിളച്ചുടഞ്ഞിട്ടുണ്ട്. നന്നായി ഇളക്കി വെക്കും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചതാ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാട് കുറുവാൻ പാടില്ല, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ നിറഞ്ഞു പോയി, കണ്ടില്ലേ. ഈ തേങ്ങാപ്പാലൂടെ ഇടുമ്പോൾ നല്ല സ്വാദിഷ്ടമായ കഞ്ഞി റെഡിയായി വരുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളയ്ക്കേണ്ട. ജസ്റ്റ് ഒരു വട്ടം ഇങ്ങനെ ഒരു തിള വരുമ്പോൾ അതങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ സമയം നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കാം.
ചിലർക്ക് മല്ലിയില ഇഷ്ടമല്ലായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർ ഇടണ്ട. പക്ഷേ എനിക്ക് മല്ലിയില ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് ഇടാം. നല്ല അടിപൊളി കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കൊതിയൂറും നോമ്പ് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.